നാഷണൽ മൂവ്മെന്റ് ആൻഡ് കേരള എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ പാർട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി, കുറച്ചധികം തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ കുറച്ച് വൈകിപ്പോയത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഫ്ലോയിൽ തന്നെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കടാ, ഫ്ലെയിംസ് ഓഫ് പ്രൊട്ടസ്റ്റ് ഓഫ് നാഷണൽ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. നമ്മുടെ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്താ പറയുന്നത്, കേരളം അതിൻ്റെ നാഷണൽ മൂവ്മെൻറ്റാണ്. അപ്പോൾ ഈ നാഷണൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ്, കേരളത്തിലെയും ഈ പറയുന്ന തിരുവിതാംകൂറും കൊച്ചിയും ഭരിക്കുന്നത് ബ്രിട്ടീഷിന്റെ അല്ലേ, ബ്രിട്ടീഷിന്റെ കീഴിൽ രാജാവ് ഭരിക്കുന്നു, മലബാർ ഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടീഷുകാരും ഭരിക്കുന്നു. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പോരാട്ടങ്ങളെ പറ്റിയിട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിനുശേഷം നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ കേരള സംസ്ഥാനം രൂപീകരിച്ചതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. സോ മാക്സിമം ഞാൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം. ചിലപ്പോൾ വീഡിയോയുടെ ലെങ്ത് അല്പം കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇടയ്ക്കൊന്ന് ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് അല്ലേ, ഇടയ്ക്ക് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് കാണുക, കണ്ടിന്യൂസ് കാണാതിരിക്കുക, ബോറടിക്കും. അത്രയേ ഉള്ളൂ, ഹിസ്റ്ററിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ നോക്കുക, ഈ ബ്രിട്ടീഷിനെതിരെ ഇന്ത്യയിലുടനീളം എല്ലാ സ്ഥലങ്ങളിലും എതിർപ്പും പ്രൊട്ടസ്റ്റുകളും നടന്നു. അതിൽ കേരളത്തിലും അത് വലിയൊരു പങ്ക് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മഹാത്മാഗാന്ധി 5 തവണ എന്ത് ചെയ്യുന്നത്, കേരളത്തിലോട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. എന്താണ്, 1915 ആയപ്പോഴാണ് നമ്മുടെ മഹാത്മാഗാന്ധി എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് തിരിച്ചു വരുന്നു. അപ്പൊ അതിനുശേഷം നമ്മുടെ ഗാന്ധിജി ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ നടത്തി. അതിൽ ജനപങ്കാളിത്തവും നല്ല രീതിയിൽ കൊണ്ടുവരുന്നു. അങ്ങനെ ആദ്യം നടത്തിയൊരു പ്രൊട്ടസ്റ്റാണ് ഈ പറയുന്ന നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920കളിൽ തുടങ്ങുന്നു. അന്നും ഇത് കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ വരുന്നുണ്ട്. മഹാത്മാഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ട്. സത്യത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം നമുക്ക് വേണ്ടിയിട്ടല്ല, ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഖലീഫ, തുർക്കിയിലെ ഖലീഫയെ ഈ പറയുന്ന ബ്രിട്ടീഷുകാർ 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് അധികാരമൊക്കെ ഇല്ലാത്ത ഒരാളാക്കി മാറ്റി. അപ്പൊ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് തുടങ്ങിയതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഗാന്ധിജി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം മുസ്ലിങ്ങളാണ് ഇതിൽ കൂടുതൽ ഉള്ളത്. അപ്പൊ മുസ്ലിം പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് സപ്പോർട്ട് ചെയ്ത് നല്ല എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്, ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരിൽ ഇന്ത്യയിലോട്ടൊക്കെ നമ്മുടെ കേരളത്തിലോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ തുടങ്ങുന്നത് അപ്പോൾ ഏതാണ്ട് 1920കളിൽ കേരളത്തിൽ പ്രക്ഷോഭങ്ങൾ തുടങ്ങുന്നുണ്ട്. പക്ഷെ ഇവിടെ ആദ്യം പറഞ്ഞേക്കുന്നത് അതല്ല, 1930 നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ഉപ്പ് സത്യാഗ്രഹം. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയും. അപ്പൊ ഈ ഉപ്പ് സത്യാഗ്രഹം വേറൊന്നുമില്ല, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉപ്പ് നമ്മൾ ബ്രിട്ടീഷുകാർ പറയുന്ന കമ്പനിക്ക് നിർമ്മിക്കാനുള്ള അവകാശമുള്ളൂ. അല്ലാത്തൊരു കമ്പനി നിർമ്മിച്ചാൽ അത് ശിക്ഷാർഹമാണ്. അപ്പൊ അതിനെതിരെ നമ്മുടെ മഹാത്മാഗാന്ധി ആദ്യം തന്നെ എന്ത് ചെയ്തു, ഈ പറയുന്ന 30 ദേശീയ പ്രക്ഷോഭം രൂപീകരിച്ചു. ഇതാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ആൾക്കാർ കൂടിയിട്ട് അവിടുന്ന് മാർച്ച് ചെയ്ത് നടന്ന് പോയിട്ട് തീരത്ത് പോയിട്ട് ഉപ്പ് കുറുക്കുക, അതായത് ഉപ്പ് വെള്ളം ഈ കടൽ വെള്ളത്തിന് വറ്റിച്ച് ഉപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പൊ അതില് പാടിക്കൊണ്ടു പോയൊരു വരികളാണ്, വരിക വരിക സഹചരി സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകതാം. എഴുതിയതാരാ, അംശി നാരായണ പിള്ള എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അപ്പൊ ഇത് പറഞ്ഞു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലും ദേശീയ പ്രക്ഷോഭത്തിന്റെ അലയടികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ എവിടെയാണ്, പയ്യന്നൂർ എന്ന് പറയുന്ന കടപ്പുറത്തോട്ട് ഈ പാട്ടൊക്കെ പാടിയിട്ടാണ് എന്ത് ചെയ്തത്, അവര് പോയത്. സോ നമുക്ക് നോക്കാം, ഹൗ ദ നാഷണൽ മൂവ്മെന്റ് ഇൻ മലബാർ, കൊച്ചി ആൻഡ് ട്രാവൻകൂർ ഗ്രൂ ഇൻ കേരള. അപ്പൊ ഈ 3 സ്ഥലത്തും പ്രക്ഷോഭങ്ങൾ എങ്ങനെ നടന്നു എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. തുടങ്ങുകയാണെ. അപ്പൊ ഇവിടെ കാണിച്ചേക്കുന്ന ഈ സി ശങ്കരൻ നായർ ആരെന്നറിയാവോ, ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഏക മലയാളിയാണ്. തൊട്ട് താഴെ കാണുന്നതാണ് ബാരിസ്റ്റർ GP പിള്ള. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും ഇദ്ദേഹത്തെ പറ്റിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, തുടങ്ങാം. മലബാറിലോട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 1920. ഓക്കെ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്തു. അതായത് നമ്മളിനി എന്ത് ചെയ്യാൻ പോകുന്നില്ല, ബ്രിട്ടീഷുകാരുമായിട്ട് നമ്മൾ സഹകരിക്കാനൊന്നും പോകുന്നില്ല, നമ്മൾ കോപ്പറേഷൻ ചെയ്യാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനവും തുടങ്ങും. 2 പ്രസ്ഥാനം തുടങ്ങുകയാണ്. അപ്പൊ ഏതൊക്കെയാണ്, നോൺ കോപ്പറേഷനും ഖിലാഫത്തും. ഇത് രണ്ടും നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുക. അപ്പൊ നോക്കിയേ, ദ ഫോർമേഷൻ ഓഫ് മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി ആൻഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഹോം റൂൾ ലീഗ് പ്രൊപ്പൽഡ് ദ നാഷണൽ മൂവ്മെന്റ് ഫോർവേഡ്. അതായത് ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ഇത് കേരളത്തിൽ തുടങ്ങുന്ന മലബാർ തുടങ്ങുന്ന ആരാണ്, മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി ഹോം റൂൾ മൂവ്മെന്റും. അടുത്ത് വരുന്ന രണ്ടാമത്തെ സംഭവമാണത്, ദ ഖിലാഫത്ത് ആൻഡ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് റിസീവ്ഡ് സ്ട്രോങ് സപ്പോർട്ട് ത്രൂ മലബാർ. അതായത് മലബാറിൽ സ്ട്രോങ് ആയിട്ട് വന്നു.
ഇതിന്റെ ഭാഗമായിട്ട് നോൺ കോപ്പറേഷൻ എന്ന് വെച്ചാൽ വിദേശ സാധനങ്ങളൊക്കെ ഉപേക്ഷിക്കുകയാണ്. ബോയ്ക്കോട്ട് ഫോറിൻ മെയ്ഡ് ഗുഡ്സ്, പോർട്ട്, സ്കൂൾ ആൻഡ് അതർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ബ്രിട്ടീഷുകാർ നടത്തുന്ന ഒരിടൊന്നുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ ഇന്ത്യക്കാർ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാൻ പോകുന്നില്ല, സഹകരിക്കാനായിട്ട് പോകുന്നില്ല. സമരം ചെയ്യുകയാണ്. ബ്രിട്ടീഷ് ഈ പറയുന്ന വിദേശ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യുക, അങ്ങനെ പ്രക്ഷോഭങ്ങൾ നടക്കും. അപ്പോൾ ദേശീയ പ്രക്ഷോഭത്തിലോട്ട് കേരളത്തില് മലബാർ മേഖല എന്ന് വെച്ചാൽ അറിയാമല്ലോ, കേരളത്തിന്റെ ഈ പറയുന്ന മുകളിലത്തെ ഭാഗമാണ്, ഇവിടെയാണ് മലബാർ മേഖല എന്ന് പറയുന്നത്. ഇവിടെ കൊച്ചി, ഇവിടെ തിരുവിതാംകൂർ. അപ്പൊ ഈ പറയുന്ന മലബാർ മേഖലയില് അപ്പോൾ ഈ പറയുന്ന നാഷണൽ മൂവ്മെന്റിനെ സഹായിച്ചിട്ട് ഫസ്റ്റ് വരുന്നതാണ് എന്ത്, നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റും ഖിലാഫത്ത് പ്രസ്ഥാനവും. ഇത് രണ്ടിനും ഈ പറയുന്ന മലബാറിൽ ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യത കിട്ടി. സി കുഞ്ഞിരാമമേനോൻ, കെ കേളപ്പൻ കേട്ടിട്ടുണ്ടായിരിക്കും, കേരള ഗാന്ധി, യു ഗോപാലമേനോൻ, KP കേശവ മേനോൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, ഈ മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരനൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഇവര് പ്രക്ഷോഭങ്ങൾ നടത്തുന്നു, കോൺഗ്രസ് പാർട്ടികളൊക്കെ രൂപീകരിക്കുന്നു, അങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത് 1930, 10 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് തുടങ്ങുന്നു. അതിന്റെ ഭാഗമായിട്ട് ഉപ്പ് സത്യാഗ്രഹം വരുന്നു. അപ്പൊ ഉപ്പ് സത്യാഗ്രഹത്തിനകത്ത് ഈ പറയുന്ന ഗാന്ധിജിയുടെ പ്രധാന ശിഷ്യനായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ആരാണ്, കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്, പയ്യന്നൂര് ഉപ്പ് ഈ പറഞ്ഞ പരിപാടി നടത്തുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ കെ കേളപ്പന് കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത്. ഓക്കെ, so the salt satyagraha gathered momentum all over the India under the leadership of Gandhiji as part of the civil disobedience movement. Its impact was also felt in Kerala. The center of salt satyagraha, പ്രധാനപ്പെട്ട ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് എവിടെയായിരുന്നു, പയ്യന്നൂരായിരുന്നു. മലബാറിലെ പയ്യന്നൂർ ആയി. ഇനി കോഴിക്കോടും ഇതേപോലെ ഉപ്പ് സത്യാഗ്രഹം നടത്തും. അതിന് നേതൃത്വം കൊടുത്ത ആരായിരുന്നു, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ. ഓക്കെ, under the leadership of മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, സത്യാഗ്രഹീസ് വയലേറ്റഡ് ദ സോൾട്ട് ലോ അറ്റ് കോഴിക്കോട്. അങ്ങനെ ഈ പറയുന്ന ആൾക്കാർ വന്നു, ഫോറിൻ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു, ലിക്കർ മദ്യ ഷോപ്പുകൾ പിക്കറ്റ് ചെയ്തു, ഖാദി ഉപയോഗിക്കാനൊക്കെ തീരുമാനിച്ചു. അങ്ങനെ 1920 ഞാൻ പറഞ്ഞ ഗാന്ധിജി ആദ്യമായിട്ട് ഈ പറയുന്ന ഖിലാഫത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റുകളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിലോട്ട് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കുട്ടി എന്ന നിലയിൽ എന്തൊക്കെ ഇവിടെ പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. നോക്കിക്കോ, ഗ്രോത്ത് ഓഫ് നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എല്ലായിടത്തും ദേശീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നാഷണൽ മൂവ്മെന്റുകളുമായിട്ട് ഇൻസ്പയർ ചെയ്ത് പല പല കാര്യങ്ങൾ നടന്നു. അതിൽ നമുക്ക് ആദ്യം പറയാനുള്ളത്, ഞാൻ പറയുന്നതനുസരിച്ച് 1920 2 കാര്യം, നോൺ കോ ഓപ്പറേഷനും അതുപോലെ ഖിലാഫത്തും. 1930 സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഉപ്പ് സത്യാഗ്രഹം. ഇത് രണ്ടും നടക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കാം. അതിൽ പ്രധാനമായിട്ടും 3 സ്ഥലങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് മലബാറിലെ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയും ഹോം റൂൾ ലീഗും ഈ പറയുന്ന കാര്യങ്ങൾ ആൾക്കാരൊക്കെ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനവും നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനും അങ്ങനെ സപ്പോർട്ട് കിട്ടി. ആൾക്കാർ ഫോറിൻ സാധനങ്ങൾ ഉപേക്ഷിച്ചു, കോടതികളും മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പോകാതെയായി, ലിക്കർ ഷോപ്പുകൾ പിക്കറ്റ് ചെയ്തു, ഖാദി ഉപയോഗിക്കാൻ പറഞ്ഞ് ക്യാമ്പയിൻ കൊടുത്തു. കാരണം ഖാദി ഇന്ത്യക്കാരുണ്ടാക്കുന്നതാണ്. സ്ത്രീകളും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നേതാക്കൾ ആരൊക്കെയായിരുന്നു, കുഞ്ഞിരാമമേനോൻ, കെ കേളപ്പൻ, യു ഗോപാലമേനോൻ, KP കേശവ മേനോൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഇതിലെ കെ കേളപ്പനാണ് പയ്യന്നൂര്, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് കോഴിക്കോട് എന്ത് ചെയ്യുന്നു, ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നത്. മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ നേതാക്കൾ. ഉപ്പ് സത്യാഗ്രഹം 1930. പ്രധാന വെന്യൂ എന്ന് പറയുന്നത് പയ്യന്നൂരാണ്, കെ കേളപ്പൻ. എന്നാൽ കോഴിക്കോട് നടത്തിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഓക്കെ ആണല്ലോ. ഇനി 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റും ഖിലാഫത്തും ഇവിടെ നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത വർഷം 1921 നമ്മുടെ മലബാർ ഒരു പ്രശ്നം നടന്നു. അപ്പൊ മലബാറിൽ പ്രധാനമായിട്ടും ജനങ്ങള് മുസ്ലിം മതത്തിൽപ്പെടുന്നവരാണ്. 2 പ്രധാനപ്പെട്ട, മുസ്ലിങ്ങൾ മാത്രമല്ല ഇതിലുണ്ടായിരുന്നത്, ഹിന്ദുക്കളും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിതിനെ എന്തുകൊണ്ടാണ് ഈ മലബാർ കലാപം, നമ്മളിതിനെ മാപ്പിള ലഹള എന്നൊക്കെ വിളിക്കുന്നതിന്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ മലബാർ എന്ന് പറയുന്ന സ്ഥലം, മലബാർ കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെയും ലാൻഡ് ലോഡുകൾക്കെതിരെയും മലബാറിൽ നടന്നൊരു പ്രക്ഷോഭമാണ് വർഷം 1921. അപ്പൊ എന്തുവാണ്, ഖിലാഫത്ത് നടക്കുകയാണ്. അപ്പോൾ മുസ്ലിങ്ങൾ ഒന്നിച്ചു ചേരണം എന്ന് പറഞ്ഞ് അതൊക്കെയാണ് ഖിലാഫത്തിൽ വരുന്നത്. അത് അടുത്ത് വരുന്നതാണ് എന്ത്, മഹാത്മാഗാന്ധി പറഞ്ഞ എന്താണ്, നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അപ്പൊ രണ്ടിനുമെതിരെ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ്, ബ്രിട്ടീഷുകാരും അവിടുത്തെ ലാൻഡ് ലോഡ്സുമാണ്, വസ്തുവൊക്കെ കൈയടക്കി വെച്ചേക്കുന്ന ആൾക്കാരുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോ വെൻ ദ
tenant movement which was already active in the Malabar was merged with the non-cooperation and Khilafat movement. It evolved into the Malabar rebellion. അപ്പോൾ ജനങ്ങൾ ഓൾറെഡി ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെയും ഈ പറയുന്ന നേതാക്കന്മാർക്കെതിരെയും ഒക്കെ പൊറുതിമുട്ടി അവരുടെ ഭരണത്തിലൊക്കെ സൈകെട്ട് നിൽക്കുന്ന സമയത്താണ് ഇത് കിട്ടുന്നത്. അപ്പൊ ദേശീയതയും കൂടി കയറി പിടിച്ചപ്പോൾ ആൾക്കാർ എന്ത് പറ്റി, കൂടുതൽ ഓർഗനൈസായി. അങ്ങനെ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, മലബാർ കലാപം സ്റ്റാർട്ട് ചെയ്യും. പ്രധാനമായിട്ടും ഏറനാട്, വള്ളുവനാട്, പൊന്നാനിയിലാണ് നടക്കുന്നത്. അതായത് ഒരുപാട് ലാൻഡ് ലോഡ്, ഗവൺമെന്റ് ഒഫീഷ്യൽസ്, അതുപോലെ തന്നെ പെസൻസിനും ജീവൻ നഷ്ടപ്പെട്ടു. കുറച്ച് കലാപം, അതായത് റബലിയൻ എന്ന് പറയുമ്പോൾ തന്നെ കലാപം എന്ന് പറയുമ്പോൾ മലബാർ കലാപം, അതായത് സമരം. ഗാന്ധിജി പറഞ്ഞ നോൺ വയലൻസിലല്ല ഇത് പോയത്, ഇത് ഇച്ചിരി വയലൻസ് ആയി. അങ്ങനെ ഒരുപാട് ഈ പറയുന്ന വലിയ വലിയ ബ്രിട്ടീഷ് ഓഫീസർമാരെ ഈ കലാപകാരികളെ കൊന്നു. അതുപോലെ കുറെ ഈ ലാൻഡ് ലോഡുമാരെ, ഈ വലിയ വലിയ വസ്തുവൊക്കെ ഉള്ള ആൾക്കാരെ ഇവർ കൊന്നു. അവരുടെ ആൾക്കാരും ചുമ്മാ ഇരുന്നില്ല. അവർ ഈ പറയുന്ന സാധാരണക്കാരെന്നല്ല, കലാപകാരികളായ വ്യക്തികളെ എന്ത് ചെയ്തു, അവരും കൊന്നു. അങ്ങനെ മൊത്തത്തിൽ എന്ത് പറ്റി, പ്രശ്നമായി. ബ്രിട്ടീഷുകാർക്ക് അറിയാം അല്ല, എന്ത് പ്രശ്നം വന്നാലും അവർ അത്യാവശ്യം ഓർഗനൈസ്ഡ് ആൾക്കാരാണ്. അവർ മലബാർ സ്പെഷ്യൽ പോലീസിന്റെയും ആർമിയുടെയും സഹായത്തോടു കൂടി ഈ പറയുന്ന പ്രക്ഷോഭത്തെ അടിച്ചമർത്തി. പ്രധാനപ്പെട്ട നേതാക്കളുടെ പേര് നമുക്ക് നോക്കാം. അലി മുസലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ. അപ്പൊ രണ്ട് മതക്കാരുണ്ടേ, പ്രശ്നമില്ലേ. അപ്പൊ അതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പൊ മലബാർ കലാപം വർഷം 1921. എന്താണ് സംഭവം? മലബാർ കലാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബ്രിട്ടീഷുകാർക്കെതിരെയും ലാൻഡ് ലോഡുകൾക്കെതിരെയും മലബാർ മേഖലയിൽ നടന്നൊരു കലാപമാണ്. തൊഴിലാളികളുടെ പ്രക്ഷോഭത്തിലേക്ക് നോൺ കോപ്പറേഷനും ഖിലാഫത്തും വന്നപ്പോഴത്തേക്കും അവർ കൂടുതൽ ആർജവത്തോടെ വന്നു. പക്ഷേ 21 ഇതൊരു കലാപമായിട്ട് മാറുന്നു. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് നടക്കുന്നത്. ഇതൊരു വയലന്റ് ആയ അപ്രൈസിംഗ് ആണ്. എന്ന് വെച്ചാൽ ഇച്ചിരി വയലന്റ് ആയിപ്പോയി, ഒരുപാട് പേരുടെ മരണത്തിന് കാരണമായി. സോ മരണം നടന്നപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർ എന്ത് പറ്റി, കുറച്ചുകൂടി കടുപ്പിച്ചു. MSP ഇന്നും ഇതുകൊണ്ട് മലബാർ സ്പെഷ്യൽ പോലീസിനെയും ആർമിയെയും കൊണ്ടുവന്ന് ബ്രൂട്ടലായി ഇതിനെ എന്ത് ചെയ്തു, അവരെ അടിച്ചമർത്തി. നേതാക്കളാണ് അലി മുസലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ. ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കാര്യമൊക്കെ നമുക്ക് ഇടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വാർത്തകളിലൊക്കെ വന്ന പേരായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു സിനിമയൊക്കെ വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് നടന്നൊരു സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. പഠിക്കേണ്ട, ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന് കലാപകാരികളെന്ന് മുദ്ര കുത്തി പിടിച്ച ആൾക്കാരെ ഒരു അടച്ചുപൂട്ടിയ ട്രെയിനിൽ, നമ്മുടെ ഗുഡ്സ് ട്രെയിനകത്ത് അടച്ചിട്ടിട്ട് ഇവരെന്ത് ചെയ്തു, ഇവരെ ഒരു സ്ഥലത്തുനിന്ന് കൊണ്ടുപോകും. ഓക്കെ, ഇതിനെന്താ പറ്റിയെന്ന് വെച്ചാൽ ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. തിരൂരിൽ നിന്ന് ഈ പറയുന്ന മലബാറിന് പുറത്ത് ഉള്ള ഒരു ജയിലിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം കിട്ടാതെ ഈ പറയുന്നത് കൊണ്ടുപോയി 100ഓളം ആൾക്കാരെ കൊണ്ടുപോയതിൽ പകുതി പേരും എന്ത് ചെയ്തു, ശ്വാസം കിട്ടാതെ ആ പറയുന്ന ഇരുട്ടറയ്ക്കകത്ത് ശ്വാസം മുട്ടി മരിച്ചു. അപ്പൊ അതൊരു ഭയങ്കര ട്രാജിക് ഇൻസിഡന്റ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വാഗൺ ട്രാജഡി എന്ന് വിളിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റൊരു സംഭവമാണ് പൂക്കോട്ടൂർ കലാപം എന്ന് പറയും. അപ്പൊ പൂക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ ഈ പറയുന്ന മലബാർ കലാപം, ഈ പറയുന്ന പ്രക്ഷോഭങ്ങളുടെ നേതാവാണ്, ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഈ ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്തു, മോഷണവും ചുമത്തി അറസ്റ്റ് ചെയ്തു. അപ്പൊ ഇതിനെതിരെ ആൾക്കാർ എന്ത് ചെയ്തു, പ്രശ്നമുണ്ടാക്കി. അതിനെയാണ് നമ്മൾ പൂക്കോട്ടൂർ കലാപം എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മുടെ വിഷയങ്ങൾ തീരുവാണ്. അടുത്ത എന്നിട്ടോട്ട് നമ്മൾ പോവുകയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിലോട്ട് പോവുക. 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. 12 വർഷം കഴിഞ്ഞ് 1942 നമ്മുടെ ക്രിപ്സ് മിഷൻ എന്ന് പറയുന്ന ഒരു മിഷനൊക്കെ ഇന്ത്യയിലോട്ട് വന്നിട്ട് നമുക്ക് സ്വാതന്ത്ര്യം തരാമെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് കുറെ അധികാരങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇന്ത്യ നടക്കുന്നത്. അപ്പം അതിന് നമ്മുടെ കോൺഗ്രസ് പാർട്ടി എതിർത്തപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഇനി ഒന്നുമില്ല, ഇനി എത്രയേ ഉള്ളൂ, ഡു ഓർ ഡൈ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഗാന്ധിജി എന്ത് ചെയ്തു, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു, അല്ലെങ്കിൽ അതിന് വിളിച്ചുകൂട്ടി. 42 ഓഗസ്റ്റ് 8 പറയുന്നത് 9 തൊട്ട് കലാപം തുടങ്ങുന്നു. ഇനിയിപ്പോ ഗാന്ധിജിയും ഒരു സമയത്ത് പറയുന്നുണ്ട് എന്താണ്, ഈ നോൺ വയലൻസ് മാത്രമല്ല, അതായത് ഈ പറയുന്ന ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ പറഞ്ഞല്ലോ ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നല്ലേ. അപ്പൊ മരണം വരെ എന്ത് ചെയ്യുക, നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാർ വന്നു, ഗാന്ധിജി അടക്കമുള്ള എല്ലാവരും എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്ത് നീക്കി. പുതിയ നേതാക്കന്മാരൊക്കെ വന്നു, ജയപ്രകാശ് നാരായണൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒളിച്ചു നിന്ന് ഒളിവിൽ നിന്ന് ഈ പറയുന്ന പ്രക്ഷോഭമൊക്കെ നടത്തുന്നു. അങ്ങനെ വൻ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക. കേരളത്തിലും അപ്പൊ അതിന്റെ എഫക്ട് ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. ഓക്കെ, The Quit India movement, which began across India in August 9, 1942, resulted in the arrest of the prominent leaders including ഗാന്ധിജി. അങ്ങനെ ഗാന്ധിജി ഉള്ളവരൊക്കെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഇത് വയലന്റ് ആയിട്ട് നടന്നു. മറ്റ് ഗാന്ധി മൂവ്മെന്റുകളെ പോലെ ആയിരുന്നില്ല. കേരളത്തിലും എന്ത് ചെയ്തു, ഇതിന്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മലബാർ, കൊച്ചി, ട്രാവൻകൂറിലൊക്കെ ഇതിന്റെ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു.
ഇതുമായി ബന്ധപ്പെട്ട് നടന്നൊരു ഇവന്റാണ് കീഴറിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. അപ്പൊ കീഴറിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആൾക്കാർ എന്ത് ചെയ്തു, ബോംബ് ഉണ്ടാക്കി. അങ്ങനെ ബോംബ് ഉണ്ടാക്കി പൊട്ടി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്തു. കെ.ബി. മേനോൻ എന്ന് പറയുന്ന ആളൊക്കെ, ഡോക്ടർ കെ.ബി. മേനോനൊക്കെ എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പ്രസന്റ് ആക്കുന്നു, തൂക്കിക്കൊല്ലാൻ വരിക്കുന്നു, ഗാന്ധിജി ഇടപെടുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇനി മലബാറിലെ കാര്യങ്ങൾ തീർന്നു. അപ്പൊ മലബാർ എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ വരുവാടാ പറഞ്ഞ്, ഇപ്പൊ ഒന്ന് കണ്ണടച്ച് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടോ നോക്കിയേ. മലബാർ മേഖലയിൽ എന്തൊക്കെയാണ് നടന്നത്? 1920 ഈ പറയുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റും അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനവും നടന്നു. 1921 ഇതുമായി ബന്ധപ്പെട്ട് മലബാർ റെബലിയൻ നടന്നു. 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നു. 1942 ഈ പറയുന്ന ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവും നടന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് കീഴറിയൂർ ബോംബ് കേസ് ഉണ്ടാകുന്നത്. 4 കൊല്ലവും 4 ഇവന്റ്. കിട്ടിയെങ്കിൽ നിങ്ങൾ സെറ്റ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എവിടെയാണ്? 9 ഓഗസ്റ്റ് 42 സ്റ്റാർട്ട് ചെയ്തത് ഓൾ ഇന്ത്യയിൽ. ഗാന്ധിജി അടക്കമുള്ള ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്തു. ഇതിന്റെ പ്രക്ഷോഭം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു ഇവന്റാണ് കീഴറിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ബോംബ് ഉണ്ടാക്കി അതെന്ത് പറ്റി, ബ്രിട്ടീഷിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അവരെ ഒന്ന് പിടിച്ചുകൊണ്ട് പോയി. ഓക്കെ, ഇനി കൊച്ചിയിലോട്ട് വരുവാണ്. കൊച്ചി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ നാട്ടുരാജ്യമാണ്. മലബാറും തിരുവിതാംകൂറും അപേക്ഷിച്ച് നോക്കുമ്പോൾ കൊച്ചി കുറച്ച് ചെറുതാണ്. ഓക്കെ, ബ്രിട്ടീഷാണ് അവിടെയും എന്ത് ചെയ്തത്, ഈ പറയുന്ന രാജാവിനെ ഭരിച്ചിരുന്നത്. പാലിയത്തച്ഛന്റെ കാര്യമൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ എന്ത് പറ്റി, പ്രൊട്ടസ്റ്റിന് വേണ്ടി നടന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് ഇലക്ട്രിസിറ്റി സ്ട്രൈക്ക് എന്ന് പറയും. അതായത് അന്നത്തെ കൊച്ചി ദിവാൻ R.K. ഷൺമുഖം ചെട്ടി. ഓക്കെ, R.K. ഷൺമുഖം ചെട്ടി. ഈ ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിളിച്ചത് ഈ R.K. ഷൺമുഖം ചെട്ടിയാണെന്ന് തോന്നുന്നു. ആലപ്പുഴയ്ക്ക് അങ്ങനെ ഒരു പേരുണ്ട് അല്ലെ, നിങ്ങൾ ആലപ്പുഴ കലാലയം ഉണ്ടോ? അപ്പോൾ അന്നത്തെ ഈ പറയുന്ന ദിവാൻ എന്ന് വെച്ചാൽ എന്താ, ദിവാൻ എന്ന് വെച്ചാൽ രാജാവിന്റെ കൂടെ നിന്ന് രാജ്യം ഭരിക്കുന്ന ഒരു വ്യക്തിയാണ് ദിവാൻ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥൻ എന്ന തൽക്കാലം മനസ്സിലാക്കി വെക്കും. അപ്പോൾ ഈ പറയുന്ന R.K. ഷൺമുഖം ചെട്ടി എന്ത് ചെയ്തു, തീരുമാനിച്ചു ഈ പറയുന്ന അന്ന് കറണ്ടൊക്കെ ഉണ്ടല്ലോ, വൈദ്യുതി ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു, അതിനെ എതിർത്തു. കാരണം പ്രൈവറ്റ് കമ്പനി പോകുമ്പോൾ അറിയാലോ വില കൂടുതലാവും, മറ്റു ബുദ്ധിമുട്ടുകളുണ്ടാകും. അങ്ങനെ ഇതിനെതിരെ കൊച്ചിയിൽ അങ്ങനെ എടുത്തു പറയത്തക്ക പ്രക്ഷോഭങ്ങൾ വേറൊന്നും അധികം മുന്നത്തെ കാലങ്ങളില്ലായിരുന്നുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് പറ്റി, ഈ പറയുന്നതിനെതിരെ ജനങ്ങൾ സംഘടിച്ചു, ഒരു പ്രക്ഷോഭം നടത്തി. അത്രയും. ഇനി രണ്ടാമത്തത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, 1941 രൂപീകരിക്കുന്ന കൊച്ചി രാജ്യം ഒരു രാജ്യമാണല്ലോ. അവിടുത്തെ പ്രജകളുടെ ഒരു നമ്മൾ ഈ പറയുന്ന മന്ത്രിസഭ പോലത്തെ ഒരു സംഭവമാണ് ഈ പറയുന്ന കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, നെയ്മഡ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഫോംഡ് ഇൻ 1941. എയിം എന്തായിരുന്നു? അച്ചീവിങ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് അല്ലെ, ഒരു 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 ഉത്തരവാദിത്ത ഭരണം വേണമെന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതാണ് ഈ പറയുന്ന എന്താ, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. നേതാക്കളാണ് ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, V.R. കൃഷ്ണൻ എഴുത്തച്ഛൻ. ഓക്കെ, ഇവരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത്. ഇവരെന്താ തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ഡിസൈഡഡ് ടു ഹോൾഡ് എ നാഷൻ വൈഡ് പ്രൊട്ടസ്റ്റ് ടു അച്ചീവ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഓൺ 29 ജൂലൈ 1946. ഓക്കെ, അതായത് 46 സ്വാതന്ത്ര്യത്തിന് നമുക്ക് ഇന്ത്യ സ്വാതന്ത്ര്യം കാണുന്നതിന് തൊട്ട് മുന്നത്തെ വർഷം എന്ത് ചെയ്യുന്നു, ഇവരൊരു പ്രൊട്ടസ്റ്റ് നടത്തി. എന്തിനു വേണ്ടിയിട്ടാ? ഈ പറയുന്ന റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ലേറ്റർ ഈ പറയുന്ന പ്രജാമണ്ഡലം എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ചേരുന്നു. ഇക്കണ്ട വാര്യർ അങ്ങനെ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറുന്നു കൊച്ചിയിൽ. കൊച്ചിയൊക്കെ നമുക്ക് രാജ്യമാണ്, അങ്ങനെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറും. ഇത്രയേ ഉള്ളൂ ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം 41 വരുന്നു. 46 അവർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന റെസ്പോൺസിബിൾ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഒരു സമരം നടത്തുന്നു. ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോനുമാണ് നേതാക്കൾ. പിന്നീട് ഈ പറയുന്ന അസോസിയേഷൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ കോൺഗ്രസുമായിട്ട് ചേരുന്നു. പിന്നീട് അവർ ഈ പറയുന്ന തിരുവിതാംകൂർ തിരുക്കൊച്ചി സംയോജനമൊക്കെ പിന്നീട് വരുന്നുണ്ട് കേട്ടോ, 49. നമുക്ക് അതിലോട്ട് പോകാം. അടുത്ത തിരുവിതാംകൂറാണ്. തിരുവിതാംകൂറിലും ഈ പറഞ്ഞ ബ്രിട്ടീഷിന്റെയും ദിവാനുമെതിരെയായിട്ട് പല പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ട രണ്ടാണ്, ഒന്ന് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും. അപ്പോൾ അന്ന് ഈ തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ അന്ന് ഈ തിരുവിതാംകൂർ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട അധികാര പോസ്റ്റുകളൊക്കെ, അതായത് എന്തായിരിക്കും, സെക്രട്ടേറിയറ്റും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഹജൂർ കച്ചേരി എന്നൊക്കെ പണ്ട് പറയുന്നത്. അപ്പൊ അതുപോലെയുള്ള ഈ പ്രധാനപ്പെട്ട അധികാരങ്ങളിലൊക്കെ ഈ തമിഴ് ബ്രാഹ്മണരായിരുന്നു എന്ത് ചെയ്തിരുന്നത്, അപ്പോയിന്റ് ചെയ്തിരുന്നത്. അപ്പൊ അതിനെതിരെ, അപ്പൊ തമിഴ് ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ തമിഴ് ഭാഷ സംസാരിക്കും. നമുക്കറിയാമല്ലോ, പണ്ട് ഈ കന്യാകുമാരിയുടെ ഭാഗമൊക്കെ എന്തായിരുന്നു, തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. അപ്പൊ ഈ തമിഴ് പറയുന്നവരെ, തമിഴ് ബ്രാഹ്മണരെ മാത്രം ഈ അധികാര കസേരയിൽ വെച്ചാൽ പോരാ. കാരണം ഈ സമയം ഇപ്പൊ അത്യാവശ്യം നമ്മുടെ മലയാളികളിൽ എല്ലാവരും വിദ്യാഭ്യാസമൊക്കെ നേടിയിരുന്നു. അപ്പൊ ഇനി മുതൽ ഈ പറയുന്ന അധികാരത്തിന്റെ വലിയ പോസ്റ്റുകളിൽ തമിഴ് ബ്രാഹ്മണരല്ല മലയാളികളെയും കൂടെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജാവിന് കൊടുത്ത ഒരു നിവേദനമാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്.
അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ട്രാവൻകൂർ ഇൻ ദ ഗവൺമെന്റ് ജോബ്സ് ഇൻ ട്രാവൻകൂർ. അല്ലെ, തിരുവിതാംകൂറിലെ സർക്കാർ ജോലി ഇവർ വേണം. 1891 ഇപ്പൊ രാജഭരണമെന്ന് മനസ്സിലായില്ല. പെറ്റീഷൻ സൈൻ ചെയ്ത് അന്നത്തെ മഹാരാജാവിന് എന്ത് ചെയ്തു, കൊടുത്തു. നേതാവായിരുന്നു GP പിള്ള, ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറിൽ ആദ്യ ഡിഗ്രി ഹോൾഡറാണ് ഈ ബാരിസ്റ്റർ പദവി എന്ന് വെച്ചാൽ അന്ന് ഡിഗ്രി കിട്ടുമ്പോൾ കൊടുക്കുന്ന, ഇന്നത്തെ പോലെ അല്ല, ഡിഗ്രിക്കൊക്കെ അന്ന് ഇച്ചിരി വിലയുണ്ട്. അടുത്ത് വരുന്നതാണ് ഈഴവ മെമ്മോറിയൽ. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവ് പറഞ്ഞു ശരി ആക്കാം. എന്നിട്ട് എന്ത് ചെയ്തു, ഈ പ്രധാനപ്പെട്ട നമ്മുടെ ഈ അന്ന് തിരുവിതാംകൂറിലെ ഉയർന്ന ജാതി നായർ കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർക്ക് പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ പദവികൾ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റി പെട്ടവർക്ക് എന്ത് ചെയ്തു, അത് ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു എന്താണ്, ഈഴവ കമ്മ്യൂണിറ്റിക്ക് എന്ത് വേണം, റെപ്രസെന്റേഷൻ വേണം. അങ്ങനെ അവർ 1896 സെപ്റ്റംബർ 3, അപ്പൊ ഇത് 91, ഇത് 96, എന്ത് ചെയ്തു, ഒരു സൈൻ ചെയ്ത് ഈ പറയുന്ന സാധനം കൊടുത്തു. ആരാണ്, ഡോക്ടർ P. പൽപ്പു. ഓക്കെ, അപ്പോ പത്മനാഭൻ പൽപ്പു എന്നാണെന്ന് തോന്നുന്നു ഫുൾ പേര്. ഡോക്ടർ പൽപ്പു എന്ന് പറയുന്ന അവിടുത്തെ ഡോക്ടർ, മെഡിക്കൽ ബിരുദം നേടിയ ആദ്യത്തെ വ്യക്തിയാണ് തിരുവിതാംകൂറിൽ ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് പറ്റുന്നു, ഡോക്ടർ പൽപ്പു തീരുമാനിച്ചു. അങ്ങനെ കാലങ്ങൾ കടന്നു പോകുന്നു, മറ്റു പല ഇൻസിഡന്റുകൾ നടക്കുന്നു. അവസാനം ഈ പറയുന്ന 32 നടക്കുന്ന ഒന്നാണ് അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അഥവാ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ദ ക്രിസ്ത്യൻസ്, മുസ്ലിംസ് ആൻഡ് ഈഴവ കമ്മ്യൂണിറ്റി ഫോംഡ് എ പൊളിറ്റിക്കൽ കമ്മിറ്റി ആൻഡ് ലെഡ് ദ മേജർ മൂവ്മെന്റ് ജോയിന്റ്ലി. ദേ ഡിമാൻഡഡ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ഇൻ ഗവൺമെന്റ് ജോബ്സ്. അപ്പൊ എന്താ സംഭവം, കാലങ്ങൾ കഴിഞ്ഞപ്പോഴും ഈ പറഞ്ഞ അധികാരത്തിന് പ്രധാന പദവികളിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് നിന്നിരുന്നത്. അപ്പോൾ ഈഴവർക്ക് ഈഴവ മെമ്മോറിയൽ കൊടുത്തു. ഇത് കഴിഞ്ഞ് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതൊന്നും അത്ര എഫക്റ്റീവായിട്ട് മാറിയില്ല. അപ്പം ക്രിസ്ത്യാനികൾ എന്ന നാട്ടിലുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഈഴവരുണ്ട്, ഈ പറഞ്ഞ ഉയർന്ന ജാതിപ്പെട്ട ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇതില് ഇവർക്ക് കൂടെ എന്ത് ചെയ്യണം, അവരുടെ പോപ്പുലേഷൻ അനുസരിച്ച് ഒരു ആനുപാതിക റെപ്രസെന്റേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞതാണ് എന്ത്, ഈ പറഞ്ഞ സംഭവം. എവിടെ, ജോലിയിലല്ല, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ. ഓക്കെ, പ്രധാനമായിട്ടും അവർക്ക് അന്ന് ഈ പറയുന്ന എന്താണ്, നമുക്ക് ഈ രാജാവിനൊരു എന്തുണ്ട്, നമ്മുടെ ഈ പാർലമെന്റ് പോലത്തെ ഒരു സംഭവമുണ്ട്. ഓക്കെ, അപ്പൊ അവിടെയും എന്ത് ചെയ്യണം, ഈ എല്ലാ മതക്കാർക്കും അല്ലെങ്കിൽ എല്ലാ ജാതിപ്പെട്ടവർക്കും ഈക്വൽ റെപ്രസെന്റേഷൻ കൊടുക്കണം, ജോലിയിലും കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയും. പ്രധാന നേതാക്കളൊക്കെ ആരായിരിക്കും, C. കേശവൻ, NV ജോസഫ്, PK കുഞ്ഞ്. അപ്പൊ 3 ഹിന്ദുവായി, ക്രിസ്ത്യാനിയായി, മുസ്ലിമായി. അപ്പൊ ഇവരാണ് പ്രധാനപ്പെട്ട നേതാക്കളെന്ന് പറയുന്നത്. ഇവരുടെ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ തിരുവിതാംകൂറിൽ നേരത്തെ കൊച്ചി പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് വേണമെന്ന രീതിയിൽ സമരങ്ങൾ നടക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി പട്ടം താണുപിള്ള അങ്ങനെ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് മാറുന്നു. അവർ അജിറ്റേഷൻസ് നടത്തുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് കുറച്ച് കഴിയുമ്പോൾ രാജാവിന്റെ അധികാരം കുറഞ്ഞിട്ട് ഇവരുടെ അധികാരം എന്ത് ചെയ്യും, മുന്നിലേക്ക് വരും. അപ്പൊ സ്വദേശ് അഭിമാനി ന്യൂസ് പേപ്പർ, നമ്മൾ കുറച്ചു മുമ്പ് സാമൂഹിക പരിഷ്കരണ നേതാക്കൾ പഠിച്ചപ്പോഴേ വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ പത്രവും പഠിച്ചില്ലേ. അപ്പൊ ആ പത്രത്തിന്റെ 2ാമത്തെ പത്രാധിപരായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. അദ്ദേഹം നെയ്യാറ്റിൻകരയുള്ള ആളായിരുന്നു. എന്റെ വീടിനടുത്താണ് നെയ്യാറ്റിൻകര, അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞു. അദ്ദേഹം അന്നത്തെ ഈ പറയുന്ന P. രാജഗോപാൽ ആചാര്യ എന്ന ദിവാനെ പറ്റിയിട്ടും അയാളുടെ തെറ്റായ നടപടികളെ പറ്റിയിട്ടും ഒക്കെ പത്രത്തിൽ എഴുതിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യും, നാട് കടത്തി. ഒന്നും കളഞ്ഞില്ല, നാട് കടത്തി. പിന്നീട് ഈ നാട്ടിലോട്ട് വരാൻ പാടില്ല. ഒരിക്കൽ നാട് കടത്തി കഴിഞ്ഞാൽ എന്താണ്, ആ നാട് വിട്ട് പൊക്കോളണം. ഭാര്യ, കുട്ടി, അമ്മയൊക്കെ ഉപേക്ഷിച്ച് പൊക്കോണം. പിന്നെ ആ നാട്ടിലോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് വരാൻ പറ്റത്തില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു, നാട് കടത്തി. ഇതാണ് സംഭവം. ഓക്കെ, അടുത്ത നമ്മുടെ കേരളം ആദ്യം ഭരിച്ച പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും EMS എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഈ EMS എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പൊ എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വരുന്നത്, അപ്പൊ കോൺഗ്രസിനകത്ത് തന്നെ ഒരു സോഷ്യലിസ്റ്റ് ചായ്വുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, തുടങ്ങുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. 34 ഇത് രൂപീകരിക്കുന്നു. ഓക്കെ, ഹു വെർ ഇൻട്രസ്റ്റഡ് ഇൻ ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് എന്ന് വെച്ചാൽ തൊഴിലാളികൾ അധികാരത്തിൽ വരണം, അവർ സ്ഥാപനങ്ങൾ നടത്തണം എന്നൊക്കെ പറയുന്നതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. എല്ലാവരും തുല്യരായിരിക്കണം. ഓക്കെ, അതായത് മുതലാളി തൊഴിലാളി ഒന്നുമില്ല, എല്ലാവരും തുല്യരായിട്ട് പോകുന്ന സംഭവം സോഷ്യലിസം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ സോഷ്യലിസ്റ്റ് ചായവുള്ള കോൺഗ്രസ്സുകാരൊക്കെ കൂടെ കോഴിക്കോട് ചേർന്നിട്ട് ഒരു പുതിയ പാർട്ടി തുടങ്ങും. അതിന്റെ പേരുടെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഓക്കെ, പ്രസിഡന്റ് K. കേളപ്പൻ. ഓക്കെ, അവർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് തന്നെ പേരിടാൻ തീരുമാനിച്ചു. കോൺഗ്രസിന്റെ തന്നെ ഒരു സഖ്യകക്ഷി P. കൃഷ്ണപിള്ള, EMS ശങ്കരൻ നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ. ഇതിലെ EMSഉം AKGയും അറിയാത്ത മലയാളി ഉണ്ടാവത്തില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. പുന്നപ്ര വയലാർ സമരം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഇവിടെ ആക്റ്റീവായി വന്ന സമയത്ത് നടന്ന സമരമാണെന്ന് പറയുന്നത്. എന്താണ്, സർ CP രാമസ്വാമി അയ്യരുടെ ഈ പറയുന്ന സർ CP എന്ന് പറഞ്ഞ അവസാനം ചെവിയിൽ വെട്ടൊക്കെ കെട്ടിട്ട് ഓടുന്ന ആളാണ്, ദിവാനാണ് കേട്ടോ. അപ്പൊ ഈ ദിവാന്റെ നേതൃത്വത്തിനെതിരെ നടക്കുന്ന ഒരു സമരമാണ് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. 46 അത് നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പുന്നപ്ര വയലാർ സമര നായകൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു അല്ലെ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നോക്കടാ, നെക്സ്റ്റ് വരുന്നതാണ് സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ. ഇത് കൗമുദി ടീച്ചറാണേ. കൗമുദി ടീച്ചർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹാത്മാഗാന്ധി
കേരളത്തിൽ വന്നിട്ട് ഈ പറയുന്ന പാവപ്പെട്ടവർക്ക് ഈ പറയുന്ന എന്താണ് ദാനം കൊടുക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു കൊച്ചുകുട്ടി വന്നിട്ട് എന്ത് ചെയ്തു, കയ്യിലുണ്ടായിരുന്നത് മാലയും വളയൊക്കെ ഊരി ഗാന്ധിജിക്ക് കൊടുത്തു. ആ കൊടുത്ത ടീച്ചറാണ് കൗമുദി ടീച്ചർ എന്ന് പിന്നീട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇത് ഇത്രയേ ഉള്ളൂ. ഗാന്ധിജി വന്നിട്ട് എന്ത് ചെയ്യുന്നു, പറയുന്നു നമ്മുടെ നമ്മുടെ ഈ പറയുന്ന മാതൃരാജ്യം എല്ലാവർക്കും ഒരേ എന്താണ് അവകാശമുള്ളതാണ്. പക്ഷെ എന്ത് പറ്റി, കുറച്ച് ആൾക്കാർക്ക് ഈ അവകാശം കിട്ടുന്നുള്ളൂ, ബാക്കി എല്ലാവരും പാവപ്പെട്ടവരായിട്ട് ജീവിക്കുകയാണ്, അപ്പോൾ നല്ലതല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഈ കൊച്ചുകുട്ടി ഓടി വന്നിട്ട് എന്ത് ചെയ്തു, കയ്യിലുണ്ടായിരുന്ന വളയും മാലയും എന്ത് ചെയ്തു, ഊരി ഗാന്ധിജിക്ക് കൊടുത്തു. അപ്പോൾ ഗാന്ധി ചോദിച്ചു, ഇത് നീ സ്വന്തം ഇഷ്ടപ്രകാരം തരുന്നതാണോ? ഗാന്ധിജിക്ക് ആകെ വല്ലാണ്ടായി. ഇപ്പം കൊച്ചുകൊണ്ട് തരുകയും ചെയ്തു. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കൊച്ചിന്റെ അച്ഛനും അമ്മയും വന്നതിന് വഴക്ക് പറയോ അല്ലെ? അല്ലെങ്കിൽ എന്ത് പറ്റും? ഇപ്പൊ ചോദിച്ചു, എന്നാൽ നീ ഒരു പെൺകുട്ടിയല്ലേ, നിന്നെ നാളെ കല്യാണം കഴിക്കുന്ന ആൾക്ക് സ്വർണ്ണമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞാണ് എനിക്കറിയണ്ട, പാവം പെട്ടു കൊടുക്കാന്ന് ഞാൻ തന്നത്. അങ്ങനെ അന്ന് ഉറച്ച് തീരുമാനമെടുത്ത ആ ഒരു പെൺകുട്ടിയാണ് പിന്നീട് വളർന്ന് നമ്മുടെ കൗമുദി ടീച്ചറായിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ അത് സ്ത്രീകളും ഈ പറയുന്നത്, അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞതിലെല്ലാം പുരുഷന്മാരെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചാൽ അന്ന് അവരെ വെളിയിൽ കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഇല്ല, അവർ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൗമുദി ടീച്ചറിനെ പോലെ ഉള്ള മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് നേതാക്കളാണ് A.V. കുട്ടിമാളു അമ്മ, അമ്മു സ്വാമിനാഥൻ, അക്കമ്മ ചെറിയാൻ, ആനി മസ്കറിൻ, ദാക്ഷായണി വേലായുധൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ മെനി മലയാളി വുമൻ പെർഫോംഡ് selfless acts as part of the freedom movement. When the national movement gained strength in India through the protests like non-cooperation, civil disobedience, സ്ത്രീകളും പങ്കെടുത്തു. ഓക്കെ, നോക്കിയേ, ഫോറിൻ ക്ലോത്ത്, അതുപോലെ ഈ പറയുന്ന വീവിങ്, ഖാദി ക്ലോത്ത് പ്രൊമോട്ട് ചെയ്യുക, ഈ ലിക്കർ ഷോപ്പുകൾ പിക്കറ്റ് ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്ത്രീകളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, there were also notable participation of women in the activities of eradicating untouchability and uplifting ഹരിജനസിനെ മുന്നോട്ട് കൊണ്ടുവരുന്ന അതുപോലെ സ്ത്രീകളും പങ്കെടുത്തിരുന്നു. ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. A.V. കുട്ടിമാളു അമ്മ, അമ്മു സ്വാമിനാഥൻ മലബാറിലെ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ, അക്കമ്മ ചെറിയാനും ആനി മസ്കറിനും തിരുവിതാംകൂറിലെ രണ്ട് പ്രധാനപ്പെട്ട സ്ത്രീ നേതാക്കൾ ആയിരുന്നു. ഓക്കെ, നീയുണ്ട്. ഇതിൽ കുറെ പേര് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയുടെ ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലൂടെ പിന്നീട് തിരഞ്ഞെടുക്കുന്നുണ്ട്. 8ാം ക്ലാസ് ലെവലിൽ നമുക്ക് അത്രയും വേണ്ട. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കേരളം രൂപീകരിച്ചത് 47 ഓഗസ്റ്റ് 15, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യമാകും. എന്നാൽ നിങ്ങൾക്കറിയാം, കേരള പിറവി എന്ന് പറയുന്ന 1956 നവംബർ 1 എന്താ അവിടെ സംഭവിച്ചതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, 1921 മലബാർ പ്രക്ഷോഭമൊക്കെ നടക്കുന്ന സമയത്ത് ഓൾ കേരള പ്രൊവിൻഷ്യൽ കോൺഫറൻസ് ഇവിടെ നടക്കുന്നുണ്ട്. പാലക്കാട് ഒറ്റപ്പാലത്ത് നടക്കുന്നുണ്ട്. അതുപോലെ 28 പയ്യന്നൂർ കോൺഗ്രസ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലയാളം സംസാരിക്കുന്നവരെല്ലാവരും കൂടെ 3 സ്ഥലമായിട്ടൊന്നും കിടക്കണ്ട, നമ്മളെല്ലാവരും കൂടി ചേർത്ത് എന്ത് വേണം, ഈ പറയുന്ന ഒരൊറ്റ കേരള സംസ്ഥാനമായിട്ട് രൂപീകരിക്കണമെന്ന ആവശ്യം എന്ത് ചെയ്യുന്നു, മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് പിന്നീട് ഈ പറയുന്ന 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ തിരുവിതാംകൂറിനും കൊച്ചിയെയും രണ്ട് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ചേർന്ന് തിരുക്കൊച്ചിയാക്കുന്നുണ്ട്. കാരണം സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ പിന്നീട് പോയിട്ട് 1956 ആയപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഫസൽ അലി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം എത്തിക്കുന്നു ഈ പറയുന്ന കേരള സംസ്ഥാനം 56 നവംബർ 1 എന്ത് ചെയ്യുന്നു, രൂപീകരിക്കുന്നു. ഏതൊക്കെ ചേർത്തിട്ട്, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ മേഖലയും അതുപോലെ തന്നെ ഈ പറയുന്ന കർണാടകയുടെ ഭാഗത്ത് നിന്നിട്ടുള്ള സൗത്ത് കർണാടകയുടെ ഭാഗവും ഇവിടെ നിന്നുണ്ടായിരുന്ന കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്തു, തമിഴ്നാട്ടിലോട്ട് നമ്മൾ വിട്ടുകൊടുക്കുകയും ചെയ്തു. ഓക്കെ, നവംബർ 1 നമ്മൾ എന്ത് പറ്റി, അഗസ്തീശ്വരം, തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് കേരളത്തിന്റെ ഭാഗമായിരുന്നു, തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു, അത് തമിഴ്നാടിന് കൊടുത്തു. അതുപോലെ ഈ പറയുന്ന കാസർഗോഡിന്റെ ഭാഗവും, അതായത് കർണാടകയുടെ സൗത്തിൽ വന്ന കാസർഗോഡിന്റെ ഭാഗം കേരളത്തിനോട് ചേർക്കുകയും ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ കേരള സംസ്ഥാന രൂപീകരണം നടന്നു. അങ്ങനെ 56 തൊട്ടടുത്ത വർഷം 57 ഫെബ്രുവരി മുതൽ മാർച്ച് വരെ ആദ്യ ഇലക്ഷൻ നടക്കുകയും ഏപ്രിൽ 5 ആദ്യ മിനിസ്ട്രി EMS ശങ്കര നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വരികയും ചെയ്തു. അങ്ങനെ EMS ആദ്യത്തെ നമ്മുടെ ചീഫ് മിനിസ്റ്ററായിട്ട് മാറി. അപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിന്റെ കാര്യം. ഓക്കെ, അപ്പോൾ വൈദ്യുത പ്രക്ഷോഭം, രാജ്യപ്രജാമണ്ഡലം നോട്ട് എല്ലാവർക്കും കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു മനോഹരമായ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്ററായിട്ട് കാണാം.